ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പാൽ എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗം കൂടിയാണ്. പശുവിനെ നമ്മൾ സസ്യാഹാരിയായാണ് കണക്കാക്കുന്നത്. എന്നാൽ പശുവിനുള്ള ആഹാരത്തിൽ നായയുടെയും പൂച്ചയുടെയും പന്നിയുടെയും മാംസം ചേർത്തിട്ടുണ്ട് എന്നറിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം? വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ഡിഫറൻറ്റ്. പാലിനെ ഒരു വെജിറ്റേറിയൻ ഭക്ഷണമായാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ അതാണ് നോൺ വെജിറ്റേറിയൻ പാൽ എന്നതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. പാൽ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ. ഇന്ത്യൻ വിപണി അമേരിക്കൻ ഡയറി ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു തരണം എന്നതാണ് ട്രംപിന്റെ ആവശ്യം. എന്നാൽ നോൺ വെജ് പാൽ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ വിപണി തുറന്നു വെക്കാനാവില്ല എന്നതാണ് ഇന്ത്യയുടെ ശക്തമായ നിലപാട്. അമേരിക്കയിൽ കന്നുകാലികളെ വളർത്തുന്ന രീതി ഇന്ത്യക്ക് അംഗീകരിക്കാവുന്നതല്ല. 2030 ഉഭയകക്ഷി വ്യാപാരം $500 ബില്യൺ വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും US ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും പാൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി സംബന്ധിച്ച ചർച്ചകൾ നിലച്ചിരിക്കുകയാണ്. സാംസ്കാരികമായ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് US പാൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ നിരസിക്കുന്നത്. സസ്യാഹാരമല്ലാത്ത പാൽ എന്നതാണ് ഇന്ത്യയുടെ മുഖ്യ പ്രശ്നം. ഇത് ചൂണ്ടിക്കാട്ടി അമേരിക്കയിൽ നിന്നുള്ള ഡയറി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യ അനുമതി നിഷേധിച്ചിരിക്കുന്നു. എന്താണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പാലിനെ ചൊല്ലിയുള്ള പ്രശ്നം? അമേരിക്കൻ പാൽ എങ്ങനെ നോൺ വെജായി? എന്താണ് നോൺ വെജിറ്റേറിയൻ പാൽ എന്ന് നമുക്ക് നോക്കാം. പാൽ ഉൽപ്പന്നങ്ങൾ മാംസാഹാരമാണോ അല്ലയോ എന്നതിൽ ഇന്ത്യക്ക് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. പാൽ സസ്യാഹാരമാണ്. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങളെ ഉൽപാദന രീതിയുടെയും ഉറവിടത്തിന്റെയും അടിസ്ഥാനത്തിൽ നോൺ വെജ് എന്ന വിഭാഗത്തിലാണ് ഇന്ത്യ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ പാലിനെ ഇന്ത്യ നോൺ വെജ് പട്ടികയിൽപ്പെടുത്തിയതിന്റെ മുഖ്യ കാരണം അവർ കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ മറ്റ് മൃഗങ്ങളുടെ മാംസം, കൊഴുപ്പ്, പാല്, രക്തം തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. അമേരിക്കയിൽ ഈ രീതി അനുവദനീയവും സാധാരണവുമാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ രീതി പിന്തുടരുന്നില്ല. അതിനാൽ തന്നെ ഇന്ത്യൻ പാലും പാലുൽപ്പന്നങ്ങളും വെജിറ്റേറിയൻ വിഭാഗത്തിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നോൺ വെജിറ്റേറിയൻ വിഭാഗത്തിലുമാണ് ഇന്ത്യ കണക്കാക്കിയിരിക്കുന്നത്. 2023 ലോക അറ്റ്ലസ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇന്ത്യയിലെ ആകെ ജനങ്ങളിൽ 38% പേർ സസ്യാഹാര രീതിയാണ് പിന്തുടരുന്നത്. ഇന്ത്യയിൽ സസ്യാഹാരികൾ ആ ഭക്ഷണ രീതി പിന്തുടരുന്നത് സംസ്കാരത്തിന്റെയോ മതത്തിന്റെയോ ചട്ടക്കൂടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവയെല്ലാത്തവയും ഉണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും വെജിറ്റേറിയൻ ആവുന്നത് ഇത്തരം ചട്ടക്കൂടുകൾക്കുള്ളിലെ രീതികൾ പിന്തുടരുന്നതുകൊണ്ടാണ്. ഇന്ത്യയിൽ കന്നുകാലികളുടെ പാല്, നെയ്യ് തുടങ്ങിയവ ഹിന്ദു ആചാരങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. അതേസമയം ഇന്ത്യക്കാർക്കടക്കം പല രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിവാദപരമായ പലതരം മിശ്രിതങ്ങൾ ചേർന്ന തീറ്റയാണ് അമേരിക്കയിൽ കന്നുകാലികൾക്കായി തയ്യാറാക്കുന്നത്. ഇത് വിശദമാക്കുന്ന പല റിപ്പോർട്ടുകളും ഇതിനകം പുറത്തു വന്നിട്ടുമുണ്ട്. പന്നികൾ, കോഴികൾ, കുതിരകൾ, നായ്ക്കൾ, പൂച്ചകൾ തുടങ്ങിയവയുടെ മാംസം ഉണക്കിപ്പൊടിച്ചത്, പന്നികളുടെയും കുതിരകളുടെയും രക്തം, കന്നുകാലികളിൽ നിന്നുള്ള ഉരുക്കിയ കൊഴുപ്പ്, കോഴിത്തൂവലുകൾ, വൈക്കോൽ ഉൾപ്പെടെയുള്ള വിരിപ്പുകൾ, കോഴിക്കാഷ്ടം മുതലായവയാണ് കാലിത്തീറ്റയിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്സിറ്റോസിൻ പോലെയുള്ള ഹോർമോണുകൾ പശുക്കൾക്ക് നൽകുന്നു. പാലിന് കട്ടികൂട്ടുന്നതിനു വേണ്ടി സ്ലോട്ടർ ഹൗസുകളിൽ നിന്നും കിട്ടുന്ന ആനിമൽ ഡിറൈവ്ഡ് എൻസൈമുകൾ ഉപയോഗിക്കുന്നു. ചില കമ്പനികൾ കാളക്കുട്ടികളുടെ ഭ്രൂണം പോലും ഉപയോഗിച്ചു വരുന്നുണ്ട്. കന്നുകാലികൾക്കുള്ള ഈ തീറ്റകളിൽ നിന്നും പശുക്കൾക്കുള്ള രോഗവ്യാപന സാധ്യത തടയുന്നതിന് കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ അമേരിക്കയിൽ നിലവിലുണ്ടെങ്കിലും ഈ രീതി ഇന്ത്യക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാന പ്രശ്നം. ഇക്കാര്യം അമേരിക്കയെ ഇന്ത്യ അറിയിച്ചിട്ടുമുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന പാലുൽപ്പന്നങ്ങൾക്കൊപ്പം പാലെടുക്കുന്ന മൃഗങ്ങൾക്ക് ഇത്തരം തീറ്റകൾ നൽകിയിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുമുണ്ട്. മൃഗങ്ങളുടെയോ പന്നിയുടെയോ മാംസപ്പൊടി, എല്ലുപൊടി, ആന്തരിക അവയവങ്ങൾ, രക്തപ്പൊടി, കോശങ്ങൾ എന്നിവയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തീറ്റ ഈ മൃഗങ്ങൾക്ക് ഒരിക്കലും നൽകിയിട്ടില്ല എന്ന ഉറപ്പ് സർട്ടിഫിക്കറ്റിൽ വ്യക്തമാക്കേണ്ടതാണ്. എന്നാൽ ഇന്ത്യ ചെയ്യുന്നത് അനാവശ്യ വ്യാപാര തടസ്സമാണ് എന്നതാണ് അമേരിക്കയുടെ വാദം. ഇന്ത്യയിൽ പാലും നെയ്യുമെല്ലാം ദൈനംദിന ജീവിതത്തിലും ആചാരങ്ങളിലും വലിയ പ്രാധാന്യമുള്ളവയാണ്. മാംസമോ രക്തമോ ഭക്ഷിച്ച ഒരു പശുവിന്റെ പാലിൽ നിന്നുണ്ടാക്കിയ വെണ്ണ കഴിക്കുന്നത് ഇന്ത്യയിലെ സസ്യാഹാരികൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഭിപ്രായപ്പെട്ടത്. ഇന്ത്യയുടെ ഈ ആവശ്യം അനാവശ്യ വ്യാപാര തടസ്സമാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ പാലുൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നതാണ് ഇന്ത്യയുടെ നയം. കാലിത്തീറ്റയിൽ മാംസാഹാരത്തിന്റെ മിശ്രിതം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരം പാക്കറ്റുകൾക്ക് പ്രത്യേക ലേബലിംഗ് നൽകണം എന്നതാണ് ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്നത്.
കാലിത്തീറ്റയിൽ മാംസം അടങ്ങിയിട്ടുണ്ടെങ്കിൽ പാക്കറ്റിൽ നോൺ വെജ് ലേബൽ നൽകണം എന്ന് 2021-22 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നീക്കം അന്ന് തന്നെ അമേരിക്കൻ കമ്പനികളിൽ നിന്നും വ്യാപാര സംഘടനകളിൽ നിന്നുമുള്ള എതിർപ്പുകൾക്കും കാരണമാക്കിയിട്ടുണ്ട്. പാൽ പശുവിന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നായതുകൊണ്ടും അത് തീറ്റയിൽ നിന്നും നേരിട്ടുണ്ടാവാത്ത ഒന്നായതിനാലും സസ്യാഹാരമായി തന്നെ കണക്കാക്കണം എന്നതാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ സസ്യാഹാരം കഴിക്കുന്ന പശുക്കളുടെയും സസ്യേതര ആഹാരം കഴിക്കുന്ന പശുക്കളുടെയും പാലുകൾ തമ്മിൽ വളരെ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആരോഗ്യത്തിലോ രുചിയിലോ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവ ഉപയോഗിക്കുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസം നോൺ വെജ് ലേബലിലല്ലാതെ തിരിച്ചറിയാൻ പോലും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാലിലെ മാംസാംശത്തിന്റെ അളവ് തിരിച്ചറിയാൻ സങ്കീർണമായ ലാബ് പരിശോധനകളിലൂടെ സാധിക്കും. ഫാറ്റി ആസിഡ്, കാർണിറ്റൈൻ, മീനെണ്ണ തുടങ്ങിയവയുടെ അംശം ലബോറട്ടറി പരിശോധനയിലൂടെ മാത്രമാണ് നമുക്ക് കണ്ടെത്താനാവുക. പാൽ മാത്രം വിശകലനം ചെയ്തുകൊണ്ട് ഒരു പശുവിന് സസ്യാഹാരമാണോ മാംസാഹാരമാണോ നൽകിയതെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ നിലവിൽ വിശ്വസനീയമായ ഒരു രീതിയുമില്ല. ഈ വിഷയം ലോക വ്യാപാര സംഘടനയിലും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തിനാണ് പശുക്കൾക്ക് നോൺ വെജ് തീറ്റ എന്ന് നമുക്ക് പരിശോധിക്കാം. ചെലവ് കുറവാണ് എന്നതാണ് അമേരിക്കയിലെ കന്നുകാലി കർഷകർ ഇത്തരത്തിലുള്ള രീതി പിന്തുടരുന്നതിന്റെ ഒരു പ്രധാന കാരണം. അതുമാത്രമല്ല, കന്നുകാലികൾക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന പ്രോട്ടീന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാംസ സംയുക്തങ്ങളോ മിശ്രിതങ്ങളോ അവർ കാലിത്തീറ്റകളിൽ ചേർക്കാറുണ്ട്. മത്സ്യപ്പൊടിയും പ്രോട്ടീനും ഒമേഗ ഫാറ്റി ആസിഡുകളും നൽകുന്നു. കുറഞ്ഞ ചെലവിൽ ലഭ്യമായ കോഴി വേസ്റ്റ് പശുക്കൾക്ക് പോഷക സമൃദ്ധമായ ഒരു തീറ്റയാണ്. പന്നിയുടെയോ പശുവിന്റെയോ കൊഴുപ്പ് കന്നുകാലികളിൽ നിന്നുള്ള പാലിന്റെ കലോറി വർദ്ധിപ്പിക്കാനായി കാലിത്തീറ്റയിൽ ചേർക്കുന്നു. അമേരിക്ക, ബ്രസീൽ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരം രീതികൾ സാധാരണമാണ്. അമേരിക്കയെ കൂടാതെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് പാലിന്റെയും ബീഫിന്റെയും ഉൽപാദനം പ്രധാനമാക്കിയ രാജ്യങ്ങളിൽ മാംസം, എല്ലുകൾ, മത്സ്യപ്പൊടി, മൃഗക്കൊഴുപ്പ് എന്നിവ അടങ്ങിയ തീറ്റയാണ് പശുക്കൾക്ക് നൽകുന്നത്. ചെലവ് കുറയ്ക്കുന്നതിനായി ബ്രസീലിൽ കോഴി വേസ്റ്റ്, മത്സ്യപ്പൊടി, മൃഗക്കൊഴുപ്പ് എന്നിവയും സാധാരണയായി ഉപയോഗിക്കപ്പെടുന്നു. ചൈന, യൂറോപ്പ്, റഷ്യ, മെക്സിക്കോ, തായ്ലാന്റ്, ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിലും ഇത്തരം തീറ്റ രീതികൾ സാധാരണമാണ്. ഇവിടെയെല്ലാം പ്രാദേശിക നിയമങ്ങൾ അത്ര കർശനമല്ല എന്നതാണ് കാരണം. എന്നാൽ ഇന്ത്യയിൽ കന്നുകാലികൾക്കുള്ള ഭക്ഷണ രീതി തികച്ചും വ്യത്യസ്തമാണ്. പ്രധാനമായും ഉണങ്ങിയ വൈക്കോൽ, പച്ചപ്പുല്ല്, ചോളം, ഗോതമ്പ് തവിട് തുടങ്ങിയ സസ്യാഹാരമാണ് നൽകുന്നത്. ചില വലിയ ഡയറി ഫാമുകൾ വിദേശ തീറ്റ രീതികൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ശക്തമായ മതവികാരങ്ങൾ കാരണം സസ്യേതര തീറ്റ ഇപ്പോഴും വ്യാപകമായി അസ്വീകാര്യമാണ്. 100% വെജിറ്റേറിയൻ ഫീഡ്, ഗൗശാല അടിസ്ഥാനമാക്കിയത് അല്ലെങ്കിൽ ഓർഗാനിക് വെജ് ഫീഡ് എന്നിങ്ങനെയുള്ള ലേബലുകൾ ബ്രാൻഡഡ് പാക്കറ്റുകളിൽ നൽകിക്കൊണ്ടാണ് വെജ് മിൽക്ക് മാർക്കറ്റുകളിലേക്ക് എത്തുന്നത്. ഇത് പശുക്കൾക്ക് മൃഗങ്ങളിൽ നിന്നുള്ള ചേരുവകൾ അടങ്ങിയ തീറ്റ നൽകിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഗൗശാലകളിൽ നിന്നുള്ള പാൽ സാധാരണയായി ഏറ്റവും വിശ്വസനീയമായി കണക്കാക്കപ്പെടുന്നു. പശുവിന് പച്ചപ്പുല്ല്, ഉണങ്ങിയ വൈക്കോൽ, പിണ്ണാക്ക്, ധാന്യങ്ങൾ എന്നിവ മാത്രം നൽകുന്നുവെങ്കിലാണ് ആ പാലിനെ ശുദ്ധമായ സസ്യാഹാരമായി നാം കണക്കാക്കുന്നത്. ഇന്ത്യയിലെ പല പ്രാദേശിക ഡയറികളും തങ്ങളുടെ പശുക്കൾക്ക് സസ്യാധിഷ്ഠിത തീറ്റ മാത്രമാണ് നൽകുന്നതെന്നും മൃഗങ്ങളിൽ നിന്നുള്ള ഉപോൽപ്പന്നങ്ങൾ ഒന്നും ചേർക്കുന്നില്ലെന്നും പാക്കേജിൽ തന്നെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ പിന്തുടരുന്ന രീതിയല്ലെങ്കിലും ശാസ്ത്രീയമായി നോക്കിയാൽ കാലിത്തീറ്റകളിൽ സസ്യേതര ഘടകങ്ങൾ ചേർക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷെ ഇന്ത്യയിൽ പാല് എന്നത് ഒരു സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. അമേരിക്കയിൽ നിന്നുള്ള പാലുൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യയിൽ നോൺ വെജ് സാംസ്കാരിക പ്രശ്നങ്ങൾ മാത്രമല്ല ഉള്ളത്, മറിച്ച് സാമ്പത്തിക വശങ്ങളും ഇതിന് പിന്നിലുണ്ട്. ഇന്ത്യയിലെ ചെറുകിട ക്ഷീരകർഷകരെ സംരക്ഷിക്കുക എന്നതാണ് അതിൽ പ്രധാനം. ഇന്ത്യയിലെ ക്ഷീരമേഖലയിൽ ഭൂരിഭാഗവും ലക്ഷക്കണക്കിന് ചെറുകിട കർഷകരാണ്. അവരിൽ പലരും 1-2 പശുക്കളെ മാത്രം ആശ്രയിച്ചാണ് ഉപജീവനം നടത്തുന്നത്. അമേരിക്കൻ ഇറക്കുമതിക്കായി ഈ മേഖല തുറന്നുകൊടുത്താൽ ഇന്ത്യൻ പാലിന്റെ വില കുറഞ്ഞത് 15% കുറയുമെന്നും ഇത് രാജ്യത്തെ ക്ഷീരകർഷകർക്ക് പ്രതിവർഷം 1.03 ലക്ഷം കോടി രൂപ വരെ നഷ്ടമുണ്ടാക്കുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ രംഗത്തുണ്ടാകുന്ന ഏതൊരു മാറ്റവും ഗ്രാമീണ വരുമാനത്തെയും ഉപജീവനത്തെയും സാരമായി ബാധിക്കും എന്ന കാര്യം നമ്മൾക്ക് വിസ്മരിക്കാനാവില്ല. സ്വന്തം ക്ഷീരസമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യം. 8 കോടി ജനങ്ങൾ ഉപജീവനത്തിനായി പൂർണ്ണമായും ഈ വ്യവസായത്തെയാണ് ആശ്രയിക്കുന്നത്. ഏത് കരാറിന്റെ പേരിലായാലും ക്ഷീരമേഖലയിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്നും അതൊരു ലക്ഷ്മണ രേഖയാണെന്നുമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയം.
ഇന്ത്യയുടെ സംസ്കാരവും വിശ്വാസവും ഭക്ഷണശീലങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് ഹിന്ദുമത വിശ്വാസികളും ജൈനമതക്കാരും ആഹാരത്തെ ആത്മീയതയോടൊപ്പം കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ മൂല്യങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്ത വെറും കച്ചവട താല്പര്യം മാത്രമുള്ള അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ നമ്മൾ തയ്യാറല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.